ഗൾഫ് മേഖല ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ നാറ്റോ തങ്ങളുടെ സൈനികരെ ഇറാഖിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കുകയാണ്. പരമ്പരാഗതമായ പാശ്ചാത്യ സൈനിക സഖ്യങ്ങളിൽ വലിയ വിള്ളൽ വീഴുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു സൂചന കൂടിയാണത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ ഇറാഖിലെ തങ്ങളുടെ നൂറുകണക്കിന് സൈനികരെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ വെള്ളിയാഴ്ചയോടെ പിൻവലിച്ചു. ഇറാഖിലുള്ള ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് നാറ്റോയുടെ ഈ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. നാറ്റോ മിഷൻ ഇറാഖ് എന്നറിയപ്പെടുന്ന ഈ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന നാറ്റോ സഖ്യകക്ഷികളുടെയും ഓസ്ട്രേലിയ തുടങ്ങിയ പങ്കാളിത്ത രാജ്യങ്ങളുടെയും മുഴുവൻ സൈനികരും ഇതോടെ ഇറാഖ് വിട്ടു. സംഘർഷ മേഖലയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഇവരെ മാറ്റാനാണ് സഖ്യം തീരുമാനിച്ചത്. ഈ പിന്മാറ്റത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ എന്തായിരുന്നു ഇറാഖിലെ നാറ്റോയുടെ ദൗത്യം എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. 2018 ഇറാഖ് ഭരണകൂടത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണ് നാറ്റോ സേന അവിടെ എത്തിയത്. ഇറാഖി സുരക്ഷാ സേനയ്ക്ക് പരിശീലനം നൽകാനും ഭീകരവാദത്തെ ചെറുക്കാനുമുള്ള ഒരു ദൗത്യമായിരുന്നു ഇത്. സൈനികരെ സുരക്ഷിതമായി മാറ്റാൻ സഹായിച്ചതിന് നാറ്റോ കമാൻഡറായിട്ടുള്ള ജനറൽ അലക്സസ് ഗ്രീൻകെവിച്ച് ഇറാഖിനോട് നന്ദി പറഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ വർഷങ്ങൾ നീണ്ട ഒരു അന്താരാഷ്ട്ര സുരക്ഷാ ദൗത്യത്തിന് യുദ്ധം വ്യാപിച്ചതോടെ പിന്മാറേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിനേക്കാൾ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം ഈ സഖ്യങ്ങളുടെ രാഷ്ട്രീയ തകർച്ചയാണ്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടതോടെയാണ് മേഖലയിൽ സംഘർഷം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയത്. ഇതിന് തിരിച്ചടിയായിട്ട് ലോകത്തെ കാൽഭാഗത്തോളം ദ്രവീകൃത പ്രകൃതിവാതകവും എണ്ണയും കടന്നുപോകുന്ന നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ആക്രമണം ശക്തമാക്കി. തങ്ങളുടെ ശത്രുക്കൾ ഒഴികെയുള്ളവർക്ക് ഈ പാത തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കുകയും ചെയ്തു. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ഈ ഭീഷണി നിലനിൽക്കുമ്പോഴും അമേരിക്ക സ്വയം ഒറ്റപ്പെടുക തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇടപെടാൻ ജപ്പാനും ഓസ്ട്രേലിയയും വിസമ്മതിച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപും സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോ രാജ്യങ്ങളെ പരസ്യമായി തള്ളിക്കളഞ്ഞു. തങ്ങളുടെ സൈനിക വിജയങ്ങൾ കാരണം അമേരിക്കയ്ക്ക് നാറ്റോ രാജ്യങ്ങളുടെ സഹായം ഇനി ആവശ്യമോ താല്പര്യമോ ഇല്ലെന്നും ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ആഗോള അധികാര സമവാക്യങ്ങളിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മാറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാഖിൽ നിന്നുള്ള നാറ്റോയുടെ പിന്മാറ്റവും കാലാകാലങ്ങളായിട്ടുള്ള സഖ്യകക്ഷികളെ അമേരിക്ക പരസ്യമായി തള്ളിക്കളയുന്നതും ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ അമേരിക്ക തികച്ചും ഒറ്റപ്പെടുത്തുക തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കുകയും പരമ്പരാഗത പാശ്ചാത്യ സൈനിക സഖ്യം തകരുകയും ചെയ്യുമ്പോൾ പശ്ചിമേഷ്യ പ്രവചനാതീതമായ മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.